നമ്മൾ ഇന്നലെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് എല്ലാം സംസാരിച്ചു. പക്ഷെ നമ്മൾ ആരും കാണാതെ പോയ ഒരു കേമൻ അതിനകത്തുണ്ട്. വേറെ ആരുമല്ല, നെവിൻ. ബിഗ് ബോസ് വീട്ടില് ചെറിയ വഴക്കായിട്ടോ, ചർച്ചയായിട്ടോ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു തീർന്നു പോകേണ്ട ഒരു പ്രശ്നത്തെ സ്റ്റേജിൽ വിളിച്ചോണ്ട് വന്ന് ഇത്രയും വലുതാക്കിയതില് നെവിന്റെ പങ്കിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അത് നെവിന്റെ ഗെയിമാണോ? അത് അബദ്ധവശാൽ അങ്ങ് സംഭവിച്ചു പോയതാണോ എന്ന് എനിക്കറിയില്ല. ഗെയിമാണെങ്കിൽ നെവിൻ ഒരൊന്നൊന്നര ഗെയിമറാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതായത് ഇന്നലെ ഈ വിഷയങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വഴക്കുകളൊക്കെ നടക്കുന്ന സമയത്ത് നെവിനാണ് ഇതിന് ഔദ്യോഗികമായിട്ടൊരു സ്റ്റേജ് ഉണ്ടാക്കി കൊടുത്തത്. ഇനി നിങ്ങൾ ഇതിനകത്ത് കിടന്നടിച്ചോ എന്നുള്ള രീതിയിൽ. അതായത് നെവിൻ വിളിച്ചു കൂട്ടി മീറ്റിംഗ് വിളിച്ച് അവിടെ ഇത് അവതരിപ്പിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അനുവിന് കൊടുക്കുന്നു. എന്താണ് കണ്ടത്? പക്ഷെ അതിന് മുമ്പ് നെവിൻ അനുവിനെ വാൺ ചെയ്യുന്നുണ്ട്. നീ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാലോ. ഭയങ്കര പ്രശ്നമാവുന്ന കാര്യമാണ്. ആലോചിച്ച് മാത്രം പറഞ്ഞോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അനുമോൾ ആ സമയത്ത് ഒന്നും കേൾക്കുന്നില്ല. വൈകാരികമായിട്ട് നിൽക്കുകയാണല്ലോ. അനുമോൾ അവിടെ പോയി എന്ന് പറയാനും പിന്നീട് മറ്റുള്ളവർക്ക് പറയാനും ഒക്കെ ഉള്ള അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് ശരിക്കും ഇന്നലെ പലരെയും എക്സ്പോസ് ചെയ്തതിൽ നെവിന്റെ പങ്ക് വളരെ വളരെ വലുതാണ്. നെവിൻ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ്. നോക്കൂ, നെവിൻ ഇതിൽ എവിടെയും ഇല്ല. നെവിൻ ഒരു നന്മപരമായിട്ട് ഒരു സൈഡിൽ നിൽക്കുകയാണ്. പക്ഷെ ബാക്കിയുള്ളവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതിലൂടെ എത്ര പേരാണ് വൈൽഡ് കാർഡുകൾ അടക്കം ഇന്നലെ പൊട്ടിപ്പോയി. അതായത് എക്സ്പോസ്ഡ് ആയിപ്പോയി വന്നു കയറിയതിന് മുമ്പ്. അത് നെവിൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിൽ അസാധ്യ ബ്രില്യൻസ് ആണെന്ന് പറയേണ്ടി വരും. അബദ്ധവശാൽ സംഭവിച്ചതാണെങ്കിൽ ചക്ക വീണ് മുയല് ചത്തു എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥയിലായിരിക്കും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ അത് നെവിന് ഗുണം ചെയ്തിട്ടുണ്ട്.